ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് നല്ല പച്ച മാങ്ങ നല്ലതുപോലെ വാഷ് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തുടച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഇവിടെ 10 ഉണ്ട വെളുത്തുള്ളി പീസുകൾ എടുത്തിട്ടുണ്ട്. ഇതിന് ഞാനിവിടെ ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഈ മാങ്ങ അച്ചാറിന് ചെറിയ വെളുത്തുള്ളി ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. മാങ്ങയെല്ലാം ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടി അരപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാക്കാൻ ഞാനിവിടെ വലിയൊരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടാകുമ്പോഴേക്ക് ഏകദേശം 1/4 കപ്പ് നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പൊളിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയിലേക്ക് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയ 4 സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയത്. ഈ പൊടികളുടെ പച്ചമണം മാറുമ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഇത് നല്ലതുപോലെ തണുത്ത ശേഷമാണ് നമ്മൾ മാങ്ങ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. ഇതിവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. തണുത്തപ്പോൾ ഇതിൻ്റെ മീതെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മാങ്ങ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലുള്ള ഉപ്പ് ചേർത്തത് കൊണ്ടാണ് ഇതിലേക്ക് വെള്ളം വന്നിരിക്കുന്നത്. ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. മസാല എല്ലായിടവും വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാവുമ്പോൾ നല്ല കളറുമാണ്, എരിവ് കുറവുമാണ്. നമുക്കിനി ഇതൊരു ഭരണിയിലേക്ക് മാറ്റാം. ഭരണി നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ തുടച്ചെടുക്കണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. മാങ്ങാച്ചാർ ഇവിടെ തയ്യാറായി. ഇതിൽ ഞാൻ മറ്റു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതിനാൽ ഉടൻ തന്നെ ഇത് ഭരണി മൂടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.